താങ്കൾ നേരത്തെ സൂചിപ്പിച്ച തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യം തന്നെ പറഞ്ഞപ്പോൾ UDF LDF മാറി മാറി വരുന്നു. പക്ഷേ ഈ പറയുന്ന സാഹചര്യം കേരളത്തിൽ മൊത്തത്തിൽ ബാധകമാണ്. UDF LDF മാറി മാറി വരുന്നു. അന്നേരം ഇവരിൽ നിന്ന് വളരാൻ BJPക്ക് ഉണ്ടായ ഒരു അനുകൂല സാഹചര്യം അതിനനുസരിച്ച് വളരാത്തത് BJPക്കുള്ളിലെ ചേരിപ്പോരല്ലേ? ഒരു ചേരിപ്പോരും ഇല്ല. BJP വളർന്നിട്ടില്ല എന്ന് പറയുന്നതും തെറ്റാണ്. അല്ല, BJP പ്രതീക്ഷിക്കുന്നതിനപ്പുറം വളരാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞത് മനസ്സിലാക്കുണ്ടല്ലോ. അത് പക്ഷേ ആ രീതിയിലേക്ക് വളരുന്നില്ല. അത് ഇലക്ഷനിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അല്ലെ കഴിഞ്ഞ ഇലക്ഷനിൽ അങ്ങനെ വളർന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഒരാൾ വിജയിക്കുകയും 7 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. എനിക്ക് 47,000 വോട്ടാണ് വട്ടിയൂർക്കാവിൽ നിന്ന് കിട്ടിയത്. വെറും 13,000-ൽ നിന്നാണ് ഞാൻ 47,000 ആയത്. അത് വളർച്ചയല്ലേ? വെറും 5 വർഷം കൊണ്ട് അത് വളർച്ചയല്ലേ? അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 36 സ്ഥലങ്ങളിൽ BJPക്കകത്ത് ഒരു ഗ്രൂപ്പും ഇല്ലെന്നാണ്. ഒരു ഗ്രൂപ്പും ഇല്ല. പക്ഷേ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം പല ചേരിതിരിവുകൾ. കാരണം ഇപ്പോൾ K. സുരേന്ദ്രനെ അല്ലെ മുരളീധരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ശ്രീധരൻപിള്ളയുടെ ഒരു വിഭാഗം, കൃഷ്ണദാസിന്റെ വിഭാഗം എന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. 3ഓ 4ഓ ഉണ്ടെന്ന് പറയും. കുമ്മനം രാജശേഖരൻ്റെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. പറഞ്ഞോട്ടെ, പറയുന്നതിനിപ്പോൾ എന്താണ്? പക്ഷേ എല്ലാ തീരുമാനങ്ങളും ചർച്ച ചെയ്ത് ഏകണ്ഠമായിട്ട് തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും. എത്ര നാളായി ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്? എന്നിട്ട് എന്തുണ്ടായി? എവിടെ എന്തുണ്ടായെന്നാണ് ഈ പറയുന്നത്? ഇതിങ്ങനെ പറയാൻ വേണ്ടി ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവർ പറയട്ടെ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി ഭാവിയിലും പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ആവശ്യം ഇതൊക്കെ നശിച്ച് കാണണം, വളർന്നു കാണണം, ഛിന്നഭിന്നമാകണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവർക്ക് നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ആൾക്കാരാണ്. വാസ്തവത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും നാളായി പ്രവർത്തനത്തിലൂടെ വെറും 5% ഉണ്ടായിരുന്ന വോട്ടിംഗ് നില ഇന്ന് 15-16% ആക്കിയിട്ടുണ്ട്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കൂടും, ഇനിയും കൂടും. ഈ എതിരാരോപണങ്ങളെല്ലാം ഉണ്ടായിരിക്കെ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ചെളിവാരി എറിയുകയും കരുതേച്ച് കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടേതായിട്ടുള്ള പ്രവർത്തന ശൈലിയിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഷയം, വടകരയിലെ കോലീബി സഖ്യം എന്നാണ് CPM ആരോപിക്കുന്നത്. വോട്ട് കച്ചവടം ഉണ്ടാവുമെന്ന് പറയുന്നു. എന്തുവാ, താങ്കൾക്ക് എന്താണ് മറുപടി? ഇതൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാൻ? പക്ഷേ തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ മത്സരിച്ചപ്പോൾ CKP പത്മനാഭനായിരുന്നു ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. അന്ന് BJPക്ക് കിട്ടേണ്ട വോട്ട് പോലും കിട്ടിയില്ല എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അല്ല, ഇതൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാണ്? വോട്ട് കുറയുകയും കൂടുകയൊക്കെ ചെയ്യാം. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തോറ്റത് എന്തുകൊണ്ടാണ്? വട്ടിയൂർക്കാവിൽ CPM 3ാം സ്ഥാനത്ത് പോയി. ആ 3ാം സ്ഥാനത്ത് പോയ CPMൻ്റെ വോട്ട് എവിടെ പോയി? ആർക്ക് കൊടുത്തു? K. മുരളീധരൻ പറയുന്നു ഞാൻ ജയിച്ചത് CPMൻ്റെ വോട്ട് കൊണ്ടാണ്. അപ്പോൾ വോട്ട് കച്ചവടം നടത്തുന്നത്. അതിനെക്കുറിച്ച് CPM പറയുന്നത് CPMൻ്റെ ആൾക്കാർക്ക് തന്നെ വോട്ട് ചെയ്തു, മറിച്ച് നേമത്ത് കോൺഗ്രസ്സുകാർ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് O. രാജഗോപാൽ ജയിച്ചു എന്നാണ് CPM. അത് മറ്റൊരു ആരോപണമല്ലേ? BJP ജയിച്ചതിൻ്റെ കാരണമല്ലേ? ഞാനീ ചോദിക്കുന്നത് ആര് തമ്മിലാണ് ഇവിടെ ബന്ധം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് മുരളീധരൻ പറഞ്ഞ കാര്യമാണ്. കോലിക്കോട് കൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ ഒരു അന്വേഷണ കമ്മിറ്റി വരെ വെച്ചതാണ്. ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം നാട്ടിൽ എല്ലാ കാലവും CPM മാത്രം ജയിക്കുന്ന വാർഡിൽ 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അപ്പോൾ ഇവിടെ പിന്നെ മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും തമ്മിലാണോ ബന്ധം, അതോ കോൺഗ്രസും BJPയും തമ്മിലാണോ ബന്ധം എന്നൊക്കെ നാട്ടുകാർക്ക് വളരെ നന്നായിട്ട് അറിയാൻ പറ്റും. ഇവിടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ എന്താ സ്ഥിതി? മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം ഒരു മുന്നണിയല്ലേ? ബംഗാളിൽ എന്താണ് സ്ഥിതി? മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം എന്താണ് സ്ഥിതി? അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ഈ രണ്ട് കൂട്ടർക്കും BJPയെ തോൽപ്പിക്കണമെന്നാണ്. BJPയെ തോൽപ്പിക്കണം എന്ന് പറയുന്ന ആൾക്കാർ ആര് ജയിക്കണമെന്ന് പറയൂ. ഈ രണ്ട് കൂട്ടരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ? അടുത്ത നിങ്ങൾ ജയിച്ച് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാ? കുമ്മനം രാജശേഖരന് യാതൊരു സംശയമില്ല, BJPക്കും സംശയമൊന്നുമില്ല. അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്നുള്ള ഒരു ഒറ്റ നേതാവിൻ്റെ ചുറ്റും കറങ്ങുന്ന പാർട്ടിയായി BJP. അല്ല, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരു നേതാവ് വേണം. ഒരു നേതാവിനെ സാധാരണ എല്ലാവരും അംഗീകരിക്കുന്നു. പല നേതാക്കളെ വെച്ചുകൊണ്ടൊന്നും ഒരു പാർട്ടിയും മുന്നോട്ട് പോകാറില്ല. ഒരു നേതാവ്, ഒരു തത്വശാസ്ത്രം, ഒരു ലക്ഷ്യം, ഒരു പദ്ധതി. പക്ഷേ ഈ BJP എന്നുള്ള പാർട്ടിയെ ദേശീയ പാർട്ടിയായി വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച LK അദ്വാനി, അല്ലെ അതിനുശേഷവും അല്ലെ അതിനോടൊപ്പം തന്നെ മുരളി മനോഹർ ജോഷി, ഇവർക്കെല്ലാം BJP സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും കാരണം? സീറ്റൊന്നും നിഷേധിച്ചിട്ടില്ല. അവർ മത്സരിക്കാൻ തയ്യാറില്ല. പ്രായമായി അവർ മത്സരിക്കാൻ തയ്യാറില്ല. മനോഹർ ജോഷി പറയുന്ന മത്സരിക്കുന്നതിന് ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഇല്ല. അതൊക്കെ അവരെടുക്കുന്ന തീരുമാനമാണ്, പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്, പാർട്ടി എല്ലാവരോടും കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം എല്ലാവരും ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. അതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം. ഇന്നേ വരെ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കേരളത്തിൽ CPM 90 കഴിഞ്ഞ VSനെ ഇപ്പോഴും സ്ഥാനാർത്ഥിയാക്കുകയും MLA ആക്കുകയും ചെയ്യുമ്പോൾ 91 വയസ്സുള്ള അദ്വാനിയെ മാറ്റി നിർത്തേണ്ട കാര്യം. അത് അവർ തമ്മിലുള്ള തീരുമാനമാണ്. അത് കൂട്ടായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. അതിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനം കാണും. അച്ചടക്കമുള്ള കൂട്ടായ തീരുമാനമെടുക്കുന്ന ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്നത്. അവിടെ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അതിൻ്റെ അകത്തൊന്നും യാതൊരു വിയോജിപ്പും ഒന്നും ഉണ്ടായിട്ടില്ല.
ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ 1000 ദിനങ്ങൾ പിന്നിട്ട സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും. തീർച്ചയായിട്ടും അതല്ലോ. 1000 ദിനങ്ങൾ പിന്നിട്ട കേരള സർക്കാർ ഈ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ വെള്ളപ്പൊക്ക ദുരന്തത്തെ തുടർന്ന് എന്ത് ചെയ്തു? വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ വരൾച്ചയും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായി? ഈ കാലാവസ്ഥ വ്യതിയാനം ഇങ്ങനെ ഉണ്ടാകാൻ ഇടയായ സാഹചര്യം എന്താണ്? ഈ പാരിസ്ഥിതിക വിനാശത്തിൻ്റെ ഉത്തരവാദി ആരാണ്? ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും ഒരു നേട്ടം ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്? ഒരു ചുക്കും ഉണ്ടായിട്ടില്ല, ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. എന്ത് നേട്ടം ഉണ്ടായിരിക്കും? ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. 2 ലക്ഷം കോടി രൂപയുടെ കടം ഈ കേരളത്തിൽ വരുത്തി വെച്ചു. ഇനി 3800 കോടി രൂപ കടം വാങ്ങിക്കാൻ പോവുകയാണ്. കടം വാങ്ങിച്ച് എത്ര നാളിന് മുന്നോട്ട് പോകും? ഈ കടം വാങ്ങിച്ച് കൂട്ടി ഇവിടുത്തെ വികസന പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഒരു മേനി നടിച്ച് നടക്കേണ്ട നേട്ടമാണോ? സ്വന്തം പ്രത്യുൽപാദനപരമായ പ്രക്രിയയിലൂടെ പ്രോജക്റ്റുകളിലൂടെ പണം ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പൂട്ടി വരികയില്ലേ? ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾ അവരുടെ ഫാക്ടറികൾ മുഴുവൻ പൂട്ടിയിട്ടിരിക്കുകയല്ലേ? 3 ലക്ഷം കർഷക തൊഴിലാളികൾക്ക് പണിയില്ല. ഇവിടെ ഏതാണ്? കയർ മേഖലയാണോ? ഏത് മേഖലയാണ്? പരമ്പരാഗത വ്യവസായങ്ങൾ മുഴുവൻ തകർന്നു പോയില്ലേ? ഇവിടെ കൈത്തറി മേഖല തകർന്നു പോയില്ലേ? ഇവിടെ റബ്ബർ ഏതിലാണ് ഇവിടെ ഈ കേരളം രക്ഷപ്പെട്ടിരിക്കുന്നത്? ഇവിടുത്തെ മലയാളികൾ മുഴുവൻ തൊഴിൽ അന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരാണ് സ്വകാര്യ നിക്ഷേപത്തിന് തയ്യാറാകുന്നത്? കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല. വികസനമില്ല, യാതൊരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകുന്നില്ല. എന്താണ് കാരണം? ഭരിക്കുന്നവരതിൻ്റെ ഉത്തരവാദി. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ലല്ലോ. ഗുജറാത്ത് അങ്ങനെയല്ല, മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ലല്ലോ. അവിടെയൊക്കെ വികസന പ്രക്രിയയിലൂടെ ഇൻകം ജനറേറ്റിംഗ്, ജോബ് ജനറേറ്റിംഗ്. അന്നേരം ഇത് പിണറായി സർക്കാരിന്മേലുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായിരിക്കും. തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ താങ്കൾ നേരത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി വളരെ പെട്ടെന്ന് അവിടെ വന്ന് അവിടുത്തുകാരനല്ലാത്ത ഒരാളാണെന്നും അത് പ്രേമചന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയാണെന്നും ഒരു വിമർശനമുണ്ട്. എന്താണ് അഭിപ്രായം? അല്ല, ഇത് എല്ലാ മണ്ഡലത്തെ പറ്റി പറയണമെങ്കിൽ പറയാം. അവിടെ സാബു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ദുർബലനാണ്, ആരും അറിയാത്ത ആളാണ്. വേറെ പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. അല്ല, പറഞ്ഞു കേൾക്കുന്നതിന് ഇപ്പോൾ എത്രയോ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചു, വയനാട്ടിൽ ഇപ്പോൾ എത്ര പേരായി പേര് കേൾക്കാൻ തുടങ്ങിയിട്ട്? എത്ര പേരുകളായി? അവസാനം അങ്ങ് രാഹുൽ ഗാന്ധി വരെ എത്തിയില്ലേ? എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അതൊക്കെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പലരുടെ പേരുകളൊക്കെ പരിഗണിച്ചെന്ന് വരും. പക്ഷേ സാബു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ആരും അറിയില്ല എന്നുള്ള പ്രചരണം നടത്തുന്നതിൽ എന്താ? അതേ ഒരു രാഷ്ട്രീയ നേതാവാണ്, ചെറുപ്പക്കാരനാണ്, ഒരു യുവ ലോയറാണ്, ഒരു ഹൈക്കോടതിയിൽ അറിയപ്പെടുന്ന ഒരു ലോയറാണ്, ക്രിമിനൽ ഒരു അഭിഭാഷകനാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നിരിക്കുന്ന നേതാവാണ്. ഇതിനോടകം എത്രയോ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ദുർബല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ചിലപ്പോൾ മറ്റുള്ളവരുടെ അത്ര ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണോ ഈ ദുർബലൻ എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്നയാൾ തന്നെയാണ്. നല്ല കഴിവുള്ള ഒരു യുവ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അതിപ്പോൾ ഇലക്ഷനിൽ തെളിയിച്ചോളും അതിപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ താങ്കൾ തിരുവനന്തപുരത്ത് നേരിടുന്നത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഒരു സിറ്റിംഗ് MP-യെയും മുൻ സംസ്ഥാന മന്ത്രിയായിരുന്ന ഒരു സിറ്റിംഗ് MLA-യുമാണ്. എങ്ങനെയാണ് എതിർ സ്ഥാനാർത്ഥികളെ കാണുന്നത്? രണ്ടുപേരും മുൻ മന്ത്രിമാർ തന്നെ. അതെ, രണ്ട് കൂട്ടർക്കും എന്ത് നേട്ടമാണ് ഈ കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതെന്നുള്ളതിൻ്റെ ട്രാക്ക് റെക്കോർഡ് അവർ കാണിക്കട്ടെ. 10 വർഷം MP ആയിരുന്നയാളിന് എന്ത് പറയാനുണ്ട്? 5 വർഷം കുറച്ച് നാളുകളോളം അദ്ദേഹം മന്ത്രിയുമായിരുന്നു, കേന്ദ്രമന്ത്രിയുമായിരുന്നു. എന്താണ് ഈ തിരുവനന്തപുരം പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത്? എന്താണ് അദ്ദേഹത്തിൻ്റെ വികസനം? അത് MP ഫണ്ട് കിട്ടി ചെലവഴിക്കുന്നു എന്ന് പറയുന്ന ആ MP ഫണ്ട് ചെലവഴിക്കുന്ന ഒരു മിടുക്കൊന്നുമല്ല. കാരണം അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ട് എടുത്ത് ചെലവഴിച്ച് പ്രോജക്റ്റുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുന്ന നല്ല നേട്ടം. ഏതെങ്കിലും ഒരു വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വികസന പദ്ധതി അത് സമയബന്ധിതമായി നടപ്പിലാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക, അല്ലെങ്കിൽ വേറെ റിസോഴ്സസ് അതിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുക, അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? അതാണ് അവർ പറയേണ്ടത്. അതവർ പറയണം. അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ MP ഫണ്ട് തന്നെ 517ഓളം MP ഫണ്ട് ചില പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയെന്ന് പറയുന്നു, സാങ്ഷനാക്കി. 317ഓളം 300-ൽ പരം എണ്ണം നടപ്പിലാക്കിയതെന്ന് പറയുന്നു. പണമെല്ലാം തീർന്നു എന്നും പറയുന്നു. പക്ഷേ ഈ സാങ്ഷനാക്കിയെങ്കിൽ അതിൻ്റെ പണം എവിടെ? 517 എണ്ണം സാങ്ഷനാക്കിയെന്ന് പറയുന്നു. ആ സാങ്ഷനായെങ്കിൽ അനുവാദം ലഭിച്ച് ഉത്തരവായി എങ്കിൽ ആ പദ്ധതികളോടെ ബാക്കി പദ്ധതികൾക്ക് പണം എവിടെ നിന്ന് കിട്ടും? പണം എവിടെ?
അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വെറുതെ പദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വികസന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണം. വിമാനത്താവളത്തിൻ്റെ കാര്യം എന്താണ്? മെട്രോ റെയിലിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ വിമാനത്താവളമല്ല അദാനിക്ക് വിറ്റു എന്നാണ് അവർ പറയുന്നത്. അതെ, അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖം വിറ്റു എന്ന് പറയാത്ത എന്താ? ഇവരാരും സ്വകാര്യ നിക്ഷേപത്തിനൊന്നും കൂട്ടു നിന്നിട്ടില്ല. അപ്പം ഇവരും എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇവിടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എത്രയോ ഷെയറുകൾ വിറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ് അല്ലെ പൊതുസ്ഥാപനങ്ങൾ പലതും നടത്തിക്കൊണ്ട് പോയത്. അങ്ങനെ ആ നിലയിലേക്ക് നമ്മുടെ സമ്പദ്ഘടനയെ കൊണ്ടുവന്നതാരാണ്? ഇനി വിറ്റു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അതിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് ആ തീരുമാനം മന്ത്രിസഭ അവസാനം അത് കൈ എടുത്തിട്ടില്ല. തീരുമാനം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പ്രാബല്യത്തിൽ വരാൻ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയാതെ വരാൻ സാധിക്കത്തില്ല. എന്തായിരുന്നാലും ആ പോളിസിയെ എങ്ങനെ എതിർക്കാൻ പറ്റും? ഇവിടുത്തെ ജനങ്ങൾ ഇതാണ് ഈ കേരളത്തിൻ്റെ ഒരു വലിയ കുഴപ്പം. കാരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവൻ അദാനിക്ക് വിറ്റു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ വിമാനത്താവളം വികസിക്കണം എന്നുള്ള പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നില്ല. വികസനമാണ്, അത് ചർച്ച ചെയ്യൂ. ആര് മുഖാന്തരം ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ വികസനം തന്നെയാണ് മുന്നോട്ട്? വികസനം തന്നെയാണ്. വികസനം, വിശ്വാസം, അതുപോലെ തന്നെ സുരക്ഷ, ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവസാന ചോദ്യം വ്യക്തിപരമാണ്. ഈ രാഷ്ട്രീയ നേതൃപരമ്പരയിൽ അന്യം നിൽക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത്. അതായത് വളരെ ലളിതമായ ജീവിതം, ഈ ആഡംബരങ്ങൾക്ക് പുറകെ പോകുന്നില്ല. ഇന്നത്തെ ഈ കോർപ്പറേറ്റുകളുടെ ഒരു തള്ളിക്കയറ്റം രാഷ്ട്രീയ രംഗത്തേക്കുള്ളപ്പോൾ ഈ ഇതിനെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അല്ലെ ഇതിന് എങ്ങനെ ഇങ്ങനൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു ഒരു സന്യാസിയെ പോലെ? അല്ല, ഒരു പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവല്ലേ? അല്ല, ആയിക്കോട്ടെ, അതൊക്കെ സാഹചര്യത്തിൻ്റെ സൃഷ്ടികളാണ് നേതാക്കന്മാരെന്ന് പറയുന്നത്. കൃത്യമായിട്ട് നേതാക്കളെ പടച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിത്താഴെ വീഴും, നിലംപതിക്കും. എന്നെ ഒരു ആയിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോഴും അങ്ങനെ നേതാവാണെന്ന് അവകാശപ്പെടുന്നില്ല, ഏതെങ്കിലും വിധത്തിലായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ചൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നത്. അപ്പം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. അപ്പം ജനങ്ങളോട് ഞാൻ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. എന്നെ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേതാവ് ആയതല്ല, എന്നെ നേതാവ് എന്ന് ജനങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഈ സംശുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിഷേധ രാഷ്ട്രീയവും അക്രമ രാഷ്ട്രീയവും ഒക്കെ കൊടികുത്തി വാഴുമ്പോൾ, അല്ലെ അഴിമതി രാഷ്ട്രീയമൊക്കെ കൊടികുത്തി വാഴുമ്പോൾ, ഇവിടെ സംശുദ്ധ രാഷ്ട്രീയത്തിനും ഭാവാത്മക രാഷ്ട്രീയം, രചനാത്മക രാഷ്ട്രീയം, സൃഷ്ടിപരമായ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് ഇവിടെ നിലയും വിലയും ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെയും കൂടി ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ NDA ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ ലോക്സഭയിൽ? തീർച്ചയായിട്ടും, സംശയം. എത്ര സീറ്റുകൾ കിട്ടും? 20 സീറ്റും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷകൾ നടക്കട്ടെ. എല്ലാ താങ്ക് യു.